നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്നപ്പോൾ സുവിശേഷം താൻ പ്രസംഗിച്ചു തുടങ്ങിയത് ഇങ്ങനെയാണ്: കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. താൻ പ്രസംഗിച്ചതായ സുവിശേഷം കൂടുതലും ഇസ്രായേലിൽ കാണാതെ പോയ ആടുകളെ ഉദ്ദേശിച്ചായിരുന്നു. നീതിമാന്മാരോട് അല്ലെങ്കിൽ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാരോടല്ല കർത്താവ് സുവിശേഷം പ്രസംഗിച്ചു തുടങ്ങിയത്. മാനസാന്തരം കൊണ്ട് മാത്രമേ സുവിശേഷത്തിൽ പ്രവേശിക്കുവാൻ, ദൈവരാജ്യത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ എന്നുള്ളതായ സത്വർത്തമാനമാണ് സുവിശേഷമായി അവിടെ വിശേഷിപ്പിക്കപ്പെട്ടത്. കർത്താവ് നമ്മിൽ നിന്നും പ്രതീക്ഷിക്കുന്നതോ താൻ എന്ത് തുടങ്ങി വെച്ചുവോ അതിൻ്റെ പൂർത്തീകരണമാണ് പിൽക്കാലത്ത് ശിഷ്യന്മാരിൽ നിന്നും തന്നിൽ വിശ്വസിക്കുന്ന വിശ്വാസികളിൽ നിന്നും നമ്മിൽ ഓരോരുത്തരിൽ നിന്നും കർത്താവ് പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ഇസ്രായേലിൽ കാണാതെ പോയ ആടുകൾ, ആ ആടുകൾ ഇപ്പോൾ മുറിവേറ്റും ചതഞ്ഞ കാലുകളുമായിട്ടും ഒടിവുള്ള കാലുകളായിട്ടും മുടന്തുള്ളവരും സമൂഹത്തിൽ മിടുക്കന്മാരോടുകൂടെ ഓടിയെത്തുവാൻ കഴിവില്ലാത്തവരായി, ത്രാണിയില്ലാതെ, ബുദ്ധിയും ജ്ഞാനവും വലിയ വിവേകവും ഈ സമൂഹത്തിലും ഈ ലോകത്തിലും വേണ്ടത്രയായ വിദ്യാഭ്യാസങ്ങളൊന്നുമില്ലാതെ എങ്ങോട്ട് പോകണമെന്നറിയാതെ നട്ടം തിരിയുന്ന ഒരു കൂട്ടം മനുഷ്യർ. അങ്ങനെയുള്ളവരെ ലോകം അധികം വിലമതിക്കാറില്ല. അപ്പോസ്തലനായ പൗലോസ് റോമാ സഭയിൽ ചെന്നപ്പോൾ അങ്ങനെയുള്ളവരെ നോക്കിയിട്ട് ആവശ്യമില്ല എന്ന് അവിടുത്തെ ഒരു കൂട്ടം ബുദ്ധിമാന്മാർ പറയുകയുണ്ടായി. എന്നാൽ പൗലോസ് തനിക്ക് ലഭിച്ചതായ സുവിശേഷം, ക്രിസ്തു മുഖാന്തരം ക്രിസ്തുവേശുവിൽ തന്നെ ഫലമേൽപ്പിച്ചതായ സുവിശേഷത്തിന് മുടന്തിനെയും ഒടിഞ്ഞതിനെയും ശക്തിയില്ലാത്തതിനെയും അറ്റുപോയതിനെയും ഒടിഞ്ഞുപോയതിനെയും ഒക്കെ വേറിട്ട് പോയതിനെയൊക്കെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്ന സുവിശേഷത്തിന്റെ ആ അനുകരണമാണ് പൗലോസിൽ കൂടെ ദൈവം പ്രകാശിപ്പിക്കുവാൻ ആഗ്രഹിച്ചത്. അങ്ങനെ താൻ റോമാ സഭയോട് ലേഖനം എഴുതുമ്പോൾ അവർക്കൊരു കാര്യം വ്യക്തമായി ഊന്നി പറഞ്ഞു. അതിൻ്റെ 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: അവിശ്വാസത്തിൽ തുടരാതിരുന്നാൽ അവരെയും ദൈവം ഒട്ടിക്കും, അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനല്ലോ. ദൈവത്തിൽ വ്യാപരിക്കുന്നതായ ശക്തി മുറിഞ്ഞു പോയതിനെ, തളർന്നു പോയതിനെ, പൊഴിഞ്ഞു പോയതിനെ, വാടിപ്പോയതിനെ, ശക്തിയില്ലാത്തതിനെയൊക്കെയും വീണ്ടും യോജിപ്പിക്കുവാൻ ശക്തി വ്യാപരിക്കുന്നൊരു സ്നേഹത്തിന്റെ ശക്തിയായി, നിരപ്പിന്റെ ശക്തിയായി പൗലോസ് ദർശിക്കുകയുണ്ടായി. പൗലോസിനെ അങ്ങനെയുള്ള ഒരു അനുഭവത്തിൽ കൂടെയാണ് ദൈവം വിളിച്ച് വേർതിരിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മുൻപിൽ അങ്ങനെ ഒരു വ്യക്തിയെ ദൈവം കൊണ്ടുവരുമ്പോൾ നമ്മുടെ മനോഭാവം എന്തായിരിക്കും? നമ്മുടെ സമൂഹത്തിൽ നിന്നോ, നമ്മുടെ കുടുംബത്തിൽ നിന്നോ, നമ്മളുമായിട്ടുള്ളതായ ബന്ധത്തിൽ നിന്നോ, ആ ചരടിൽ നിന്നൊക്കെ അറ്റുപോയിട്ടുള്ളവർ പലരും ഉണ്ടല്ലോ. അവരിൽ പലരും മുറിവേറ്റവരാണ്, തകർന്നവരാണ്, അവർ വിഷാദ രോഗം പിടിച്ചവരാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ തകർന്നോടുന്നതായ ചില പാത്രങ്ങളാണ്. മനുഷ്യരുടെ മുൻപിൽ അത്ര വലിയ മാന്യരൊന്നുമല്ല. ആ സമൂഹത്തിൽ അവർക്ക് വലിയ സ്ഥാനങ്ങളൊന്നുമില്ല. ആ സമൂഹം അവരെ അത്രമാത്രം മാനിക്കുന്നുവെന്നുമില്ല. തരം കിട്ടുമ്പോഴൊക്കെ ഒളിഞ്ഞിരുന്ന് അമ്പുകളും കല്ലുകളും എറിയുന്നതായ ആ അനേക പാടുകൾ അവർ സ്വയം ഏറ്റെടുത്ത് ആരോടും പരാതി പറയുവാനില്ലാതെ, ആരോടും സങ്കടപ്പെടുവാനില്ലാതെ, എവിടെ ചെന്ന് നോക്കിയിരുന്നാലും പരിഹാസത്തിന്റെ വാക്കുകൾ അവർ കേട്ട് മനം മടുത്തവരാണ്. എന്നാൽ അവർക്ക് ക്രിസ്തുവിൽ ഒരു സ്ഥാനമുണ്ട്. അതാണ് പൗലോസ് പറയുന്നത്: അവരെ വീണ്ടും ഒട്ടിക്കുവാൻ ദൈവം ശക്തനല്ലോ. നമ്മുടെ ദൈവത്തെ നാം കാണുമ്പോൾ ദൈവത്തിൽ അങ്ങനെയുള്ളതായ ഒരു ശക്തി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഇല്ലായെങ്കിൽ കർത്താവ് തുടങ്ങി വെച്ചതായ സുവിശേഷം നമ്മളിൽ അറ്റുപോകും, അത് പരാജയമടയും. അങ്ങനെ പരാജയമടയുന്നുണ്ടെങ്കിൽ അവിടെയാണ് മനുഷ്യകുലത്തിനോട് ശത്രു ജയമെടുക്കുന്നതായ അല്ലെങ്കിൽ മനുഷ്യന്റെ മേൽ പിടിമുറുക്കി അവനെ വീണ്ടും വീണ്ടും പരാജയത്തിന്റെ പടുക്കുഴിയിലേക്ക് എറിയുവാൻ അവന് പ്രചോദനം നൽകുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ വേറൊരു മനുഷ്യന്റെ തിരിച്ചുവരവിനെ മാനിക്കുകയും സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നില്ല എങ്കിൽ അവന്റെ ജീവിതത്തിൽ അവൻ പൈശാചികമായ ബന്ധനത്തിന് അടിമയായിരിക്കുന്നു എന്നാണ് അർത്ഥം. നമ്മുടെ പ്രാർത്ഥനാ വിഷയങ്ങളിലും നമ്മുടെ സമൂഹത്തിലെ, സഭയിലെ, നമ്മുടെ വിശ്വാസ പ്രമാണങ്ങളിലെ അല്ലെങ്കിൽ നമ്മുടെ ഉപദേശങ്ങളിലുമൊക്കെ നമ്മൾ സാധാരണ
വളരെ ഒരു മടുപ്പും കൂടാതെ നമ്മൾ വിളിച്ചു പറയുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്യുന്നതായ ഒരു കാര്യമാണ് പിന്മാറ്റക്കാർ തിരിച്ചു വരണം, നഷ്ടപ്പെട്ടു പോയവരെല്ലാം തിരിച്ചു വരണം. ദൈവം ഈ നാളുകളിൽ അവരെ തിരിച്ചു കൊണ്ടുവരുവാൻ ഒരു വഴിയൊരുക്കണം. നമ്മുടെ നാടുകളിലൊക്കെ കൺവെൻഷൻ വയ്ക്കാറില്ലേ? കൺവെൻഷൻ പ്രാർത്ഥന വിഷയങ്ങളിൽ പ്രധാനപ്പെട്ട വിഷയം പോയവർ തിരിച്ചു വരണം. എവിടെ വരണം? ഇങ്ങോട്ട് വരണം. ഞങ്ങളുടെ അടുത്ത കാണാൻ വന്നാൽ അവരെ നമ്മൾ കല്ലെറിയും, അവരെ നമ്മൾ സമൂഹത്തിൽ അവരെ അപമാനിക്കും. തരം കിട്ടുമ്പോഴൊക്കെ ഒളിഞ്ഞും മറിഞ്ഞും നിന്ന് അവരെ ഒരു നോട്ടം കൊണ്ടെങ്കിലും അവരെ പരിഹസിക്കാത്തവർ വളരെ ചുരുക്കമാണ്. എന്താണെന്നറിയാമോ? അവരുടെ വസ്ത്രധാരണത്തെ, അവരുടെ സ്വഭാവത്തെ, അവരുടെ നോട്ടത്തെ, അവരുടെ വാക്കുകളെ എല്ലാം നിങ്ങളിൽ നിന്നും വളരെ വിചിത്രമായിരിക്കും. അവരുടെ വാക്കുകൾ, അവരുടെ സ്വഭാവ രീതികളൊക്കെ വളരെ വ്യത്യസ്തമായിരിക്കും. എന്നാൽ സ്നേഹത്തിന്റെ ഭാഷയിൽ കൂടെ അവരെ നമ്മുടെ സ്വഭാവത്തോടുകൂടെ ചേർത്ത് നയിക്കുന്ന വ്യക്തികൾ ആരുണ്ടോ അവർ സുവിശേഷത്തിന്റെ പങ്കാളികളാണ്. അങ്ങനെയുള്ളവരെ പരിഹസിക്കുന്നവരാരോ അവർ പൈശാചികമായ ബന്ധനത്തിന് വീണ്ടും അടിമകളായിരിക്കും. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് നിങ്ങളുടെ ബന്ധനങ്ങൾ മുറുകിപ്പോകാതിരിക്കേണ്ടതിന് നിങ്ങൾ പരിഹാസികളാകരുത്. നമ്മുടെ ജീവിതത്തിൽ പരിഹാസം കയറി വരുമ്പോൾ, വീണവരിൽ നാം പരിഹസിക്കുമ്പോൾ, വീണവരിൽ നാം മുറിവുകൾ കണ്ട് അതിനെ നമ്മൾ പുച്ഛിക്കുമ്പോൾ, അവരെ തകർക്കുമ്പോൾ, വാക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ ഭാവനകൾ കൊണ്ട്, നോട്ടങ്ങൾ കൊണ്ട്, കൂട്ടുകെട്ടുകൾ കൊണ്ട്, തമ്മിലുള്ളതായ ഡിസ്കഷൻസ് കൊണ്ട്, ഇതൊക്കെയും അങ്ങനെയുള്ളവരെ പരിഹസിക്കുമ്പോൾ ജീവിതങ്ങളെ അവിടെ നമ്മൾ കുഴിച്ചു മൂടുകയാണ്. പ്രാണനുകളെ നമ്മൾ എന്നൊരിക്കലും ഉയർത്തെഴുന്നേൽക്കാത്ത രീതിയിൽ അവർക്കൊരവസാനം നമ്മൾ ഭൂമിയിൽ കൽപ്പിക്കുകയാണ്. എന്നാൽ സ്വർഗമോ അവരിൽ കൂടെ ജീവൻ പ്രവഹിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. അവരെ വീണ്ടും ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ, വാടിത്തളർന്നതായ പൂക്കളെങ്കിൽ അവരെ വീണ്ടും പൂത്തുലയുന്ന അനേക സുഗന്ധങ്ങൾ കൊടുക്കുന്നതായ പുഷ്പങ്ങളാക്കി അവരെ മാറ്റുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. പുഷ്പങ്ങളെ ദൈവം വീണ്ടും ഇലകളാക്കുകയില്ല, ഇലകളെ ദൈവം വീണ്ടും തണ്ടുകളാക്കിയില്ല. ദൈവം തിരിച്ചു വരുത്തുമ്പോൾ ഇലകളെ ഇലകളായി തന്നെ ദൈവം പ്രതിഷ്ഠിക്കും. ഒരു പൂവിനെയാണ് ദൈവം തിരിച്ചു കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ പൂവിന്റെ സ്ഥാനത്ത് ഒരു കല്ലായി ദൈവം അതിനെ കൊണ്ടുവരികയില്ല. അത് എവിടെ നിന്ന് മുറിഞ്ഞുവോ അവിടെ തന്നെ ദൈവം അതിനെ മനോഹരമായ ഒരു പൂവായി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തും. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഒരു മനോഹരമായ കൊമ്പാണ് മുറിഞ്ഞു പോയതെങ്കിൽ അതിന്മേൽ ദൈവം കൂട്ടിയോജിപ്പിക്കുകയാണെങ്കിൽ, ജീവൻ അതിൽ കൂടെ പ്രകടിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് അതൊരു വേരായി ദൈവം അതിനെ കൊണ്ടുവരുമെന്ന്. അല്ല, അതിനെ എവിടെ നിന്ന് മുറിഞ്ഞുപോയോ അവിടെ തന്നെ വീണ്ടും അതിനെ ഒട്ടിച്ച് ചേർക്കുവാൻ, ഒരു മനുഷ്യനാലും വേർപിരിക്കുവാൻ കഴിയാത്തതായ ഒരു മാസ്മര ശക്തി അല്ലെങ്കിൽ ഒരു അതീവമായ പരിശുദ്ധാത്മ ശക്തി അതിൽ കൂടെ പ്രകടിപ്പിച്ചതിന് ശേഷം നമ്മുടെ ചിന്തയ്ക്കും നമ്മുടെ വിചാരത്തിനും നമ്മുടെ ബുദ്ധിക്കും അതീതമായ ഒരു ശക്തി ദൈവം ആ കൊമ്പുകളിൽ കൂടെയും ആ ഇലകളിൽ കൂടെയും ഒക്കെ പ്രവഹിപ്പിക്കുന്നു. അങ്ങനെ അതിനെ കൂട്ടിയോജിപ്പിക്കുന്നു. എവിടെ നിന്ന് വീണുപോയോ അവിടേക്ക് ദൈവം കൊണ്ടുവന്നതിന് ശേഷം ആദ്യം മുതൽ അതിൽ കൂടെ അതിന് നിയമിക്കേണ്ടതായ പ്രവർത്തനങ്ങളിൽ അതിനെ ഏർപ്പെടുത്തുന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. അങ്ങനെ ദൈവം നമ്മെ പഠിപ്പിക്കുമ്പോൾ കുശവന്റെ കയ്യിൽ കളിമണ്ണ് ചീത്തയായി പോയെങ്കിലും കളിമണ്ണിന് ദൈവം വേറൊരു, അല്ലെങ്കിൽ ആ കുശവൻ വേറൊരു രൂപം കൊടുത്തതിന് ശേഷം അതിനെ അതേ ഉപയോഗത്തിന് വേണ്ടി അതിനെ ഉപയോഗിക്കുന്നു എന്നാണ് അർത്ഥം. നാം ഒരു കപ്പിന്റെ ആകൃതിയിലാണ് അത് നേരത്തെ അത് വെള്ളം കുടിക്കുവാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നെങ്കിൽ പിന്നീട് ദൈവം അതിനെ വീണ്ടും സൃഷ്ടിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനും മനോഹരമായ ഒരു പൂജയായി ദൈവം അതിനെ രൂപാന്തരപ്പെടുത്തിയേക്കാം. എന്നാൽ നമ്മുടെ ദൃഷ്ടിയിൽ എപ്പോഴും അതിന്റെ വീഴ്ചകളെ കാണുന്നു, അതിന്റെ താഴ്ചകളെ കാണുന്നു, കുറവുവശങ്ങളെ കാണുന്നു. നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വിരൽ ചൂണ്ടി സംസാരിക്കുന്നു. ആ നിൽക്കുന്ന ആളിനെ കണ്ടോ, അല്ലെങ്കിൽ ഇങ്ങനെ പോകുന്ന ആളിനെ കണ്ടോ എന്നൊക്കെ പറഞ്ഞ് പരിഹാസത്തിന്റെ വാക്കുകൾ നമ്മുടെ വായിൽ വരുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ മക്കളെ, നാം അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സുവിശേഷം മുറിഞ്ഞു പോകുന്നു. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ എന്ന് കർത്താവ് പറഞ്ഞതായ ആ സുവിശേഷം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമല്ലാതെ മരിച്ച അവസ്ഥയിൽ നമ്മൾ പൈശാചികമായ ബന്ധനത്തിലാകപ്പെട്ടു പോകുന്നു. നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തിൽ നിന്ന് പ്രാപിക്കേണ്ടതായ ജ്ഞാനം, ദൈവം ഒരു മനുഷ്യരിൽ ജ്ഞാനം കൊണ്ടുവരുമ്പോൾ അതിനെ അംഗീകരിക്കുവാനുള്ള ഒരു ഹൃദയം കൂടെ, ദൈവത്തിന്റെ പദ്ധതി അവരിൽ വ്യാപിപ്പിക്കുമ്പോൾ അതിനെ ബഹുമാനത്തോടെ കൈക്കൊള്ളുവാനുള്ളതായ ഒരു വിശാല ഹൃദയം ദൈവം സ്നേഹിക്കുന്ന മനുഷ്യരിൽ ഏൽപ്പിക്കുന്നു. ഇല്ലായെങ്കിൽ നാം എത്ര വലിയ നടത്തിപ്പുകാരാണെങ്കിലും, എത്ര വലിയ പുരോഹിതന്മാരാണെങ്കിലും, എത്ര വലിയ ബിഷപ്പുമാരാണെങ്കിലും, തിരുമേനിമാരാണെങ്കിലും,
പാസ്റ്റർമാരാണെങ്കിലും നമ്മുടെ സ്നേഹത്തിനും വാക്കുകൾക്കും ശുശ്രൂഷയ്ക്കും സ്വർഗം യാതൊരു വിലയും കൽപ്പിക്കുന്നില്ല. പരിഹാസികളുടെ കൂട്ടത്തിൽ നമ്മളെ എഴുതിത്തള്ളും. നാമോ അതറിയാതെ നാം ഏതോ കൊമ്പുകളിൽ ഇരിക്കുന്നു എന്നുള്ളതായ ഭാവേന നമ്മൾ പലതും പറഞ്ഞുകൂട്ടും, നമ്മൾ പലതും ചെയ്തു കൂട്ടും. എന്നാൽ സ്വർഗം നമ്മളെ പരിഹസിച്ച് ചിരിച്ചുകൊണ്ടിരിക്കും. ഈ പ്രഭാതത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുന്നത് എന്തെന്നാൽ, ദൈവം വീണ്ടും കൂട്ടിയോജിപ്പാൻ ശക്തനല്ലോ എന്ന് അപ്പോസ്തലനായ പൗലോസ് പറയുന്ന ആ ദൈവത്തിന്റെ വീണ്ടും കൂട്ടിയോജിപ്പിക്കുന്നതായ ശക്തിയുടെ മഹത്വത്തെ മനസ്സിലാക്കുവാൻ നമുക്ക് കഴിയുമെങ്കിൽ മാത്രമേ നമ്മുടെ തെറ്റുകളെ കുറിച്ച് നമുക്കൊരു മാനസാന്തരത്തിന് അവസരം ദൈവം ഉണ്ടാക്കി തരികയുള്ളൂ. നമ്മുടെ ജീവിതത്തിൽ പൂർണ്ണതയില്ലാത്ത പല അനുഭവങ്ങളും നമുക്ക് കണ്ടേക്കാം. താഴ്ചയുള്ള ജീവിതം, പരിഹാസമുള്ള ജീവിതം, പലപ്പോഴും വീഴ്ചയും കോട്ടവുമുള്ളതായ ജീവിതം ഓരോ മനുഷ്യ ജീവിതത്തിലും എപ്പോഴും വന്നുകൊണ്ടിരിക്കും. എന്നാൽ അവന്റെ ജീവിതത്തിൽ ഒരു പരിപ്രവർത്തനം അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ ചെന്ന് അവനൊരു ഏകാഗ്ര ഹൃദയം അവൻ ദൈവസന്നിധിയിൽ നിന്ന് സമ്പാദിക്കണമെങ്കിൽ, ദൈവം അവനെ കൂട്ടിയോജിപ്പാൻ ശക്തനല്ലോ എന്നുള്ളത് ഒരു വാക്കിന്റെ ബലം, ആത്മാവ് വ്യാപിപ്പിക്കുന്നതായ ബലത്തിന്റെ ശക്തി അതിൽ കൂടെ നമുക്ക് കാണുവാൻ കഴിയുന്നില്ല എങ്കിൽ, ദർശിക്കുവാൻ കഴിയുന്നില്ല എങ്കിൽ, നമ്മുടെ മാനസാന്തരം കൊണ്ട് പ്രയോജനമില്ലാതായി പോകും. മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത നീതിമാന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ എഴുതിത്തള്ളപ്പെട്ടു പോകുന്നു. എന്നാൽ സ്വർഗം സന്തോഷിക്കുന്നതോ മാനസാന്തരം കൊണ്ട് ആവശ്യമില്ലാത്ത ഭാവികളെ, അവൻ 1000-1 അല്ലെങ്കിൽ 10,000-1 അവനെ കൊണ്ട് സ്വർഗം സന്തോഷിക്കുക. അവനെ കുറിച്ച് ദൈവത്തിന് വലിയൊരു പ്രത്യാശയുണ്ട്. അവന്റെ ജീവിതത്തിൽ ദൈവം കൊണ്ടുവരുന്ന രൂപാന്തരത്തിൽ കൂടെ ദൈവത്തിന് വലിയ മഹാപ്രവൃത്തികൾ ചെയ്യുവാൻ കാണും. ആ ദൈവം ഈ പ്രമാണത്തിൽ കൂടെയാണ് ഓരോ വിശ്വാസികളെയും ദൈവം വഴി നടത്തുന്നത്. മനോഹരമായി ഈ പ്രഭാതയാമം കർത്താവ് നമുക്ക് തന്നപ്പോൾ ദൈവത്തിന്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നതെന്നാൽ, വീണവരിൽ ദൈവത്തിന്റെ ആ ഖണ്ഡിതവും നിൽക്കുന്നവരിൽ ദൈവത്തിന്റെ ദയയും നിങ്ങൾ ദർശിക്കുവാൻ തക്കവണ്ണം, ഈ മർമ്മം നമ്മൾ മനസ്സിലാക്കുവാൻ തക്കവണ്ണം നമ്മുടെ ഹൃദയ ദൃഷ്ടിയെ പ്രകാശിപ്പിക്കണം. അപ്പോസ്തലനായ പൗലോസ് പറയാണ്, പ്രിയ സഹോദരന്മാരെ, നിങ്ങൾക്ക് തന്നെ ബുദ്ധിമാന്മാരായി നിങ്ങൾക്ക് തന്നെ തോന്നാതിരിക്കേണ്ടതിന് ഈ മർമ്മം നിങ്ങൾ മനസ്സിലാക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മർമ്മം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അത് നമ്മെ ശ്രേഷ്ഠരാക്കുന്നു, നമ്മളെ ബുദ്ധിമാന്മാരാക്കുന്നു, നമ്മളെ ജ്ഞാനികളാക്കുന്നു, ദൈവസ്നേഹമുള്ളവരാക്കുന്നു, അനേകരെ നേടുന്നവരാക്കുന്നു, അനേകരെ സമാധാനിപ്പിക്കുന്നവരാകുന്നു, അനേകർക്ക് വേണ്ടി കണ്ണുനീരൊഴുകുന്നവരാകുന്നു. നാം വലിയവരെന്നുള്ളതായ ഭാവം നമ്മളിൽ നിന്ന് മാറുന്നു, നമ്മളിൽ താഴ്മയുടെ ഭാവം കടന്നു വരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ നാം മാനിക്കപ്പെട്ട ഹൃദയങ്ങളായി തീരുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ മാനിക്കപ്പെട്ട ഹൃദയങ്ങളായി അനേകം നഷ്ടപ്പെടുന്നവരെ വീണ്ടും ദൈവത്തിന്റെ സന്നിധിയിൽ ഒട്ടിച്ചു ചേർക്കുന്നതായ വേറെ രൂപം കൊടുക്കുന്ന കുശവന്മാരായി ദൈവം അനേകരെ മാറ്റുമ്പോൾ നമുക്കതിലൊരു പങ്കാളിത്തം ഉണ്ടെങ്കിൽ നാം എത്ര ഭാഗ്യവാന്മാരാണെന്ന് അറിയാമോ? ആ ഭാഗ്യം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരട്ടെ. ഈ പ്രഭാതം നിന്നെ അങ്ങനെയുള്ള ഒരു അഭിഷേകത്തിലേക്ക് കടത്തിക്കൊണ്ടുവരുമ്പോൾ നിന്റെ കുടുംബത്തിലും അനേക വ്യതിയാനങ്ങൾ ഉണ്ടാകും. വീഴ്ചകളും താഴ്ചകളും കുടുംബത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും കുഞ്ഞുങ്ങളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ദൈവസന്നിധിയിൽ ചെന്ന് കണ്ണുനീരൊഴുക്കുമ്പോൾ അനേകരുടെ പ്രശ്നങ്ങൾ ദൈവം പരിഹരിക്കുന്ന പോലെ നമ്മെയും ദൈവം പരിഹരിച്ച്, നമ്മുടെ കുറവുകൾ പരിഹരിച്ച് വേറൊരു രൂപമാക്കി അനുഗ്രഹമാക്കി ദൈവം നമ്മെ മാറ്റുന്നു. ആ ശാന്തതയും ആ വിശാലതയുമുള്ള ഹൃദയം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുവാൻ ഈ പ്രഭാതത്തിലെ വചനം നമ്മെ സഹായിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു.